എമ്പുരാൻ കണ്ടു. എൻ്റെ മോനെ എന്ത് പറയാൻ, എന്ത് പടമാണ് അത്. പടം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പടം. ഹോളിവുഡ് ലെവലിൽ നമ്മൾ ചുമ്മാ വാ കൊണ്ട് പറഞ്ഞാൽ പോരാ, നമ്മളിങ്ങനെ കണ്ണ് വാ പൊളിച്ചിരിക്കും. ഇതൊരു മലയാളം സിനിമ തന്നെയാണോ എന്നിങ്ങനെ നമ്മൾ പല സമയത്ത് ഇങ്ങനെ വാ പൊളിച്ചിരുന്ന് കണ്ടു. അജാതി മേക്കിങ്. പിന്നെ മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, എൻ്റെ പൊന്നുമോനെ. മലയാള സിനിമയിൽ ഒരൊറ്റ സിനിമയിൽ മോഹൻലാലിനല്ല വേറെ ആർക്കും ഇജാതി ഒരു ഇൻട്രോ കിട്ടിയിട്ടില്ല. രോമൊക്കെ എഴുന്നേറ്റ് നിങ്ങൾക്ക് സല്യൂട്ട് അടിക്കാം. അജാതി ഇൻട്രോ, കിട്ടില്ല ഇൻട്രോ. ആ ഇൻട്രോ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പടം കത്തി കയറുവാണ്. കിട്ടില്ല മേക്കിംഗ് ആണ് പടത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത്. ആ ഒരു മേക്കിങ്ങും ഇൻ്റർനാഷണൽ ലെവലിലൊരു സ്റ്റഫാണ് സാധനം. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂ ഇടാൻ ഇരുന്നൊന്നുമല്ല, പക്ഷേ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് സാധനങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇരുന്നത്. ഇതിനു മുമ്പ് വന്ന കുറച്ച് കാലങ്ങളായിട്ട് വന്ന മോഹൻലാൽ സിനിമകൾക്ക് നെഗറ്റീവ് വരാറുണ്ടായിരുന്നു. അതിന് നമ്മൾ സിനിമകളും മോശമായിരുന്നു, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ സിനിമയെപ്പറ്റി മോശം പറയുന്നത് കൊണ്ട് കണ്ട ഒരാളെന്നുള്ളതിലാണ് ഇതിടുന്നത്. എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് ഇതിന് വരാൻ കാര്യങ്ങൾ. ഇത്രയും നെഗറ്റീവ് ഈ സിനിമയ്ക്ക് വരാൻ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം രാഷ്ട്രീയപരമായ പല കേസുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ സിനിമ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും രാഷ്ട്രീയപരമായിട്ടൊന്നും ചിന്തിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ, ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ സിനിമ കണ്ടു. ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ പല രാഷ്ട്രീയ വേർഷനുകളും വന്ന് രാഷ്ട്രീയം തിരിഞ്ഞ് ആളുകൾ ചീത്ത വിളിക്കാനും എല്ലാം തുടങ്ങിയത് ഇപ്പോഴാണ്. മേ ബി അതായിരിക്കാം ഇത്ര നെഗറ്റീവ് റിവ്യൂ വരാനുള്ള കാരണം. ബട്ട് സ്റ്റിൽ ആ ഒരു റിവ്യൂ കേട്ടുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കാണാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറയും മലയാളത്തിലെ ഒരു നമ്പർ 1 ആയിട്ട് മേക്ക് ചെയ്തൊരു പടം, ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് മൂവിയാണ് നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് റിവ്യൂ കേട്ടുകൊണ്ട് തിയേറ്ററിൽ പോകാതിരിക്കരുത്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്.